എൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റണം. അതിന് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്, വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമെന്ന്. എബ്ബേസ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ അമ്മ അവന് വ്യസനത്തോട് പ്രസവിച്ചതുകൊണ്ട് ദൈവത്തിന് അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു വ്യസനമുണ്ടായിരുന്നു. അതൊരു വിസ്തീർണമാക്കണം, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഓരോ യൗവനക്കാരുടെയും ആഗ്രഹം ഇതായിരിക്കണം, എൻ്റെ ഹൃദയത്തിൽ വ്യസനം ഇരിപ്പാൻ പാടില്ല. ദൈവം മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവൻ വ്യസനത്തോട് ഇരിപ്പാൻ പാടില്ല. അവൻ്റെ ആത്മീയ അതിരുകൾ വിസ്തീർണപ്പെടുത്തണം ദൈവസന്നിധിയിൽ. അവൻ്റെ യൗവനകാലത്ത് അവൻ്റെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ ആനന്ദിക്കണമെങ്കിൽ ഇതെല്ലാം നിമിത്തം ദൈവം ഒരു ദൈവ പൈതലിനെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വ്യസനമോ നൊമ്പരമോ വേദനയോ ഈ ലോകത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുവാൻ ഒത്തിരി സാധ്യതയുള്ള മേഖലകളിൽ ഈ ലോകത്തിൽ പാപം നിറഞ്ഞെടുത്ത് യാത്ര ചെയ്യുമ്പോൾ വ്യസനം അവനിൽ നിന്ന് അകന്നു പോകണം. രണ്ടാമതോടെ പറയുകയാണ്, ഞാനീ പറയുകയാണ്, നിന്റെ ദേഹത്തിൽ തിന്മ തുടരുതെന്ന്. ദൈവത്തിന് തിന്മയോട് നാം എതിർത്തു നിന്നാൽ പാപത്തോട് എതിർത്തു നിൽക്കണ. കായിനോട് ദൈവം പറയുമ്പോൾ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, തിന്മ നിന്റെ ജീവിതത്തിൽ നിന്റെ വാതുക്കൽ കിടക്കുകയാണ്. നീ അതിനെ ജയിക്കണമെങ്കിൽ എൻ്റെ കൃപ നിനക്ക് വേണം. ദൈവത്തിന് സ്തോത്ര. പാപം നിനക്ക് കീഴടക്കണമെങ്കിൽ അതെപ്പോഴും നിന്റെ വാതുക്കലാണ് കിടക്കുന്നത്. യൗവനക്കാരനോട് പറയാണ്, നിന്റെ ജീവിതത്തിൽ നിന്റെ മുമ്പിൽ കിടക്കുന്ന ഈ പാപത്തെ നിനക്ക് കീഴടക്കണമെങ്കിൽ, ഇതിനെ നിനക്ക് മറികടക്കണമെങ്കിൽ, ഇതിനെ നിനക്ക് ധരണം ചെയ്യണമെങ്കിൽ, തിന്മ നിനക്ക് പറ്റാതിരിക്കണമെങ്കിൽ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവ് വലിയവനായ രാജാവ് നിന്റെ അകത്തുണ്ടായിരിക്കണം. പാപത്തെ, നീതിയെ, ന്യായവിധിയെ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് യൗവനകാലത്ത് നമ്മെ ഉപദേശിച്ച് സകലതും നീതിയിൽ നടത്തുന്ന പാപബോധം തരുന്ന പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുന്ന ജ്ഞാനികളുടെ ജ്ഞാനിക്ക് ഇതാണ് പറയുവാനുള്ളത്. എങ്കിൽ സർവശക്തനായ രാജാവ് നമ്മുടെ അകത്തിരുന്നു നമ്മോടും പറയുവാനുള്ളത്, പാപവും തിന്മയും നമ്മെ വിട്ടകലുക, ആ വ്യസനത്തുള്ള മാർഗം നമ്മളിലുണ്ടോ എന്ന് നോക്കി എബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽ നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ അതിരൊന്ന് വിസ്തീർണപ്പെടുത്തണ, എൻ്റെ വ്യസനമൊന്ന് മാറണ, എൻ്റെ പേരിൻ്റെ മുമ്പിൽ കിടക്കുന്ന ആ വേദനകരമായ അനുഭവം എനിക്ക് മാറിക്കിട്ടണമെങ്കിൽ, ആ മാർഗം എന്നെ വിട്ടുമാറണമെങ്കിൽ, പാപം എൻ്റെ മുമ്പിൽ കിടക്കുമ്പോൾ, വളരെ സ്വാധീനമുള്ള ഒരു ലോകത്ത് നാം നിൽക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്ര, നാം തെറ്റിപ്പോകാതെ നിൽക്കണമെങ്കിൽ, അതിനെ മറികടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഒഴിച്ചുകൂടാത്തതൊന്നാണ്. അതിനായി എല്ലാ മെമ്പേഴ്സിനെയും ആഹ്വാനം ചെയ്തതുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളിൽ നിന്ന് ഞാൻ ഇരിക്കും.